എല്ലാവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്നുണ്ടാക്കുന്നത് ഒരു ചക്ക ഉപ്പേരിയാണ്. ചക്ക ഉപ്പേരി നമ്മളത് വെട്ടി ക്ലീൻ ചെയ്യുന്നതും തൊട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ചക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പറിക്കാമെന്ന് നോക്കാം ആദ്യം. അപ്പോൾ നമ്മളിന്ന് ചക്ക ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാ വീട്ടിലും ഉള്ള പോലത്തെ ഇതുപോലൊരു പാറയ്ക്കകത്താണ് നമ്മൾ ചക്ക ഇതെല്ലാം മുറിച്ച് എടുക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ മുറിക്കാം. നിങ്ങൾക്കൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇത് അറിയാം, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ ചക്ക എങ്ങനെ മുറിക്കാമെന്ന് എളുപ്പത്തിൽ മുറിക്കാം. ആദ്യം ചക്ക ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് അങ്ങനെ രണ്ടും കൊണ്ടുപോയി നമ്മളതിനെ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. ഇങ്ങനെ ചക്ക എളുപ്പത്തിൽ നമുക്കിത് മുറിച്ചെടുക്കാം. എല്ലാവർക്കും ആദ്യം ചക്ക മുറിച്ചെടുക്കുന്നതാണ് ബുദ്ധിമുട്ട്. അതിങ്ങനെ ചക്ക മുറിച്ചെടുക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതെല്ലാം ചവണിയെല്ലാം കളഞ്ഞ് ചുളയൊക്കെ ഉപ്പേരിക്ക് വേണ്ടി നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്കിതിൻ്റെ ചുളയെല്ലാം ഒന്ന് പറിച്ചെടുക്കാം. ഇങ്ങനെയാണ് ചക്കയുടെ ചുള പറിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ചക്ക ചുളയെല്ലാം പിച്ചായിരുന്നു. അപ്പം നമ്മൾ ഭാര്യയും പെങ്ങളും മമ്മിയും എല്ലാവരും ഇത് ഒന്ന് വൃത്തിയാക്കിയിട്ട് കുരുവും ചക്കച്ചുളയും ചവണിയെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മമ്മി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം ചക്ക കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. നമ്മളിന്ന് ഉപ്പേരിയിൽ തുടങ്ങുക. ചക്കക്കുരു ഷേക്ക്, ചക്കക്കുരു ഉലർത്ത്, ചക്കക്കുരു പൊടിമാസ്, അങ്ങനെ പലതരത്തിലുള്ള ഐറ്റങ്ങളുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കതൊക്കെ ഇടാം. ഇത് നമ്മൾ ചക്ക കൊണ്ടുള്ള ഈ വർഷത്തെ ആദ്യത്തെ വിഭവമാണ്. ചക്ക വറുക്കുമ്പോൾ ഒരുപാട് പേര് സഹായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ആർക്കും മുഖം കാണിക്കുന്നതിനോട് അത്ര താല്പര്യമുള്ളവരല്ല. അതുകൊണ്ട് മുഖം കാണിക്കരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മുഖം കാണിച്ചേനെ. അപ്പം പലതരത്തിലുള്ള വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മി ചക്ക അരിയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ തലയും വാലും ഒക്കെ മുറിച്ച് മാറ്റിയിടുന്നു. അത് വേറൊരു പരിപാടിക്ക് വേണ്ടിയാണ്. അത് ചക്ക കുഴയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം രണ്ട് പരിപാടിയാണ് മമ്മി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ചക്കയില്ല. ചക്ക ഇല്ലെന്നല്ല, ഒരു പ്ലാവുണ്ട്. അത് ചെറുതായിട്ട് കായ്ച്ച് ചെറിയ കായ, അത് വറക്കാൻ പാകത്തിലായിട്ടില്ല. ഇതിപ്പോൾ പെങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടാണ്
നമ്മളിപ്പം ഇത് വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ചക്കയുപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക, ബാക്കി നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് അരിഞ്ഞത് നമ്മൾ വറുക്കുവാണ്. അപ്പം കുറച്ച് കൂടുതൽ ഉപ്പ് ഒരു വെള്ളത്തിൽ കലക്കി എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളത് ഈ ചക്കയ്ക്കും ഈ എണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചക്കയ്ക്കകത്ത് ഉപ്പൊന്നും പുരട്ടുന്നില്ല, അല്ലാതെ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വറുക്കാം. നമ്മൾ ചക്കയുപ്പേരി വറുക്കുന്നത് ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ്. നല്ല കട്ടിയുള്ള ചട്ടിയാണ്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് വറക്കാൻ തുടങ്ങാം. അപ്പോൾ നേരത്തെ നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഒരു 2 പിടി ചക്ക അതിനകത്തിട്ടേക്കുക, ഇട്ട് കൊടുക്കുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം സിമ്മറിങ്ങിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കൂട്ടി കൊടുത്ത് ഇത് മൂപ്പിച്ചെടുക്കാം. ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ നമുക്ക് ഈ തീ ഒന്ന് കൂട്ടി കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പതച്ചങ്ങ് പൊങ്ങിപ്പോവും. കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട, അല്ലാതെ തന്നെ നല്ല കളറാണ്. കുറച്ച് പേര് സഹായത്തിനൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഈ ചക്കയുപ്പേരി ചെയ്യാൻ. പിന്നെ ഒറ്റയ്ക്കും ചെയ്യാം, എങ്കിലും നമുക്കൊരു മടുപ്പ് വരുന്നില്ല കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട്. ഇതിപ്പം നമ്മുടെ പെങ്ങളും മമ്മിയും ഭാര്യ എല്ലാവരും ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ പാതയൊന്ന് അടങ്ങാറാകുമ്പോഴത്തേക്കാണ് നമ്മളിതിനകത്തേക്ക് ഉപ്പൊഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ലോണം പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് കിലി കിലി കിലാന്നൊരു സൗണ്ട്. ആ സമയമാണ് ഇത് മൂത്ത എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കണ്ടോ, നല്ല പൊള്ളിയൊക്കെ വരുന്നുണ്ടോ. ഞാൻ വറുത്ത് കോരാൻ വേണ്ടി കണ്ട് ഇതുപോലത്തെ അരിപ്പ പോലെ ഇരിക്കുന്ന ഒരു ഊട്ടയുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ, ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണ വറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങളടുത്ത് കണ്ണാപ്പ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പം എൻ്റെ ആപ്പയുണ്ട് എങ്കിൽ ഞാനിതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്, ഇതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം പാലയൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നല്ല കോൺസെൻട്രേഷനിൽ ഉപ്പ് കലക്കണം. അതേപോലെ 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഉപ്പൊഴിക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ച് പോകും. കയ്യിലൊക്കെ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം ഈ ചക്ക ഇട്ടപ്പോൾ ഉള്ള പതയില്ല, പതയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് അതുപോലെ ഒരു കിലികില എൻ്റെ ഇതുപോലത്തെ സൗണ്ട് കേൾക്കണം. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഞാനിവിടെ ഒരു ഹീറ കൊണ്ടുള്ള ചെറിയ കൊട്ടയുണ്ട്, അതിനകത്തൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഊട്ടപ്പാത്രം ഉണ്ടെങ്കിൽ ഊട്ടപ്പാത്രമോ സ്റ്റെയിനറോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഈ സാധനം കൊണ്ട് ചെയ്താൽ ഇതിനകത്തെ പൊടികളെല്ലാം നമുക്ക് കോരിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. എല്ലാ കടകളിലും ഉണ്ട്, വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമുക്കിനി അടുത്ത സെറ്റ് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതൊന്ന് അടങ്ങി വരുന്ന നമ്മുടെ നമുക്ക് തീ കൂട്ടിയിട്ട്, അപ്പോൾ നമ്മൾ ചക്കയുപ്പേരി എല്ലാം വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതെല്ലാം ഒരു ട്രെയിലോട്ട് ഡിസ്പ്ലേക്ക് വേണ്ടി വയ്ക്കാം.
നല്ല മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ ചക്കപ്പേരിയെല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചിപ്സ് എല്ലാം ഉണ്ടാക്കി നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പരുവത്തിന് ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അടുത്തൊരു കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.